ആന എഴുന്നള്ളത്തിലെ നിയന്ത്രണങ്ങൾക്കും അതോടൊപ്പം തന്നെ ഗുരുവായൂർ ഏകദശിയിലെ ആനകളുടെ എണ്ണം കുറച്ചതിനെതിരെയും പ്രതിഷേധം ശക്തമാവുകയാണ്. കിരൺകുമാർ, ആനന്ദ് പുതൂർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം കിരണിലേക്ക്. കിരൺ, ഈ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ വിഷയത്തിലേക്ക് നമുക്ക് ആദ്യം എത്താം. അനു, ഈ വൃശ്ചികോത്സവവുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ നടപടിക്കെതിരായിട്ടാണ് ഹിന്ദു ഐക്യവേദി രംഗത്തെത്തിയിരിക്കുന്നത്. പതിറ്റാണ്ടുകളായിട്ട് നടന്നു വരുന്ന ആചാരങ്ങൾക്ക് നേരെ കോടതി നടത്തുന്ന ഈ ഇത്തരത്തിലുള്ള ഉത്തരവുകൾ ഇത് ഹിന്ദു ആചാരങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ വിമർശനം. ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു ഇത്തരം കാര്യങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വിമർശനം ഉയർത്തിയിരിക്കുന്നത്. ഈ വൃശ്ചികോത്സവത്തിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ കോടതി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഭക്തരുടെ അടക്കമുള്ള വലിയൊരു പ്രതിഷേധത്തെ തുടർന്ന് പിന്നീട് ഈ ആനയുടെ ഈ അകലമടക്കമുള്ള കാര്യങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ അത് പാലിക്കാൻ കഴിയാതെ ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് കോടതിയിലേക്ക് ഇത് സംബന്ധിച്ചുള്ള സത്യവാങ്മൂലം ദേവസ്വം ഓഫീസർ സമർപ്പിക്കുന്ന സമയത്ത് ഈ സത്യവാങ്മൂലത്തെ എതിർത്തുകൊണ്ടാണ് കോടതി വലിയ രീതിയിൽ തന്നെ ഈ സത്യവാങ്മൂലം സ്വീകരിക്കാതിരിക്കുകയും ഒപ്പം തന്നെ വലിയൊരു വിമർശനം തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. മനഃപൂർവ്വമാണ് ഇത്തരത്തിൽ കോടതി അലക്ഷ്യമായിട്ടുള്ള നടപടി ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിന് പിന്നിൽ ആരാണെന്ന് തങ്ങൾക്കറിയാം എന്നതടക്കമുള്ള ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ദൗർഭാഗ്യകരമാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഹിന്ദു ഐക്യവേദി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഹിന്ദു വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇത്തരത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നും കോടതി അലക്ഷ്യമുള്ള കടുത്ത നടപടിയിലേക്ക് കടക്കുന്നത്. മറ്റ് വിശ്വാസങ്ങളുടെ കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഹിന്ദു ഐക്യവേദി പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് നേരത്തെ ഈ യാക്കോബായ ഓർത്തഡോക്സ് പള്ളിയുടെ തർക്കവുമായി ബന്ധപ്പെട്ട് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ അടക്കം ഉത്തരവുണ്ട്. ഈ ഉത്തരവ് പാലിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിക്ക് അതിൽ വിഷമമോ ഒന്നും തന്നെയില്ല. ഇത് പാലിക്കാത്ത കാര്യങ്ങൾ പലതവണ ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. എന്നിട്ട് പോലും കോടതി അലക്ഷ്യമായിട്ടുള്ള നടപടിയെടുത്തുകൊണ്ട് ശക്തമായ ഒരു നടപടിയുമായി മുന്നോട്ട് പോകാനായിട്ട് കോടതി തയ്യാറാകുന്നില്ല. എന്നാൽ ഹിന്ദു വിശ്വാസങ്ങളുടെ കാര്യത്തിൽ നേരെ മറിച്ചാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഹിന്ദു ഐക്യവേദി ചൂണ്ടിക്കാണിക്കുന്നത്. ഭക്തരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സറിയാതെയാണ് കോടതി ഇത്തരം ഉത്തരവുകൾ ഇറക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഹിന്ദു ഐക്യവേദി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും ഇത്തരം കാര്യങ്ങളിലേക്ക് കോടതിയുടെ നടപടികൾക്കെതിരായിട്ടുള്ള ഒരു ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഹിന്ദു ഐക്യവേദി വ്യക്തമാക്കുന്നത്. കിരൺ, ഈ വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായുള്ള എഴുന്നേൽപ്പ്, അതിലും ഈ ഭക്തരുടെ വികാരം എപ്രകാരമായിരുന്നു? നമ്മളോട് പ്രതികരിച്ചവർ എന്താണ് പറയുന്നത്? അനു, ഈ ഭക്തരെ സംബന്ധിച്ച് വൃശ്ചികോത്സവം അടക്കമുള്ള കാര്യങ്ങൾ അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങൾ, അതിന്റെ ആചാരങ്ങൾ അതേ രീതിയിൽ തന്നെ തുടരണം എന്നുള്ളൊരു ആവശ്യം തന്നെയായിരുന്നു അവർ ഉന്നയിച്ചിരുന്നത്. മാത്രമല്ല ഈ വർഷങ്ങൾക്ക് മുൻപേ തന്നെ, അതായത് രാജഭരണകാലത്ത് മുതൽ തന്നെ ആചരിച്ചു വരുന്ന ഒരു ചടങ്ങാണ്. അതിന്റെ പവിത്രത അത് അതേ രീതിയിൽ തന്നെ നിലനിർത്തണം എന്നുള്ളൊരു ആവശ്യം തന്നെ ജനങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിലൊരു നിയന്ത്രണം വരുന്നത്. പിന്നീട് തൃപ്പൂണിത്തുറയിൽ തന്നെ വലിയൊരു ഭക്തജന സംഗമം, ഈ പ്രതിഷേധം ഇതൊക്കെയെല്ലാം തന്നെ കണ്ടിരുന്നതാണ്. ഈ ഒരു പ്രതിഷേധം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ തന്നെ ആചാരം തുടരാനായിട്ടുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നത്. മാത്രമല്ല ഈ ആനയുടെ അകലം അത് ആദ്യ രീതിയിൽ വലിയ കോടതി നിർദ്ദേശം അനുസരിച്ച് തന്നെ ആനകൾ തമ്മിൽ 3 മീറ്റർ എന്നുള്ള രീതിയിൽ തന്നെ പാലിച്ചുകൊണ്ട് ഈ ഉത്സവത്തിന്റെ ചടങ്ങുകൾ നടത്തി വന്നിരുന്നതാണ്. എന്നാൽ തൃക്കേട്ട ദിവസം മഴ പെയ്തതിനെ തുടർന്ന് ആനകളെ പന്തലിനുള്ളിലേക്ക് കയറ്റേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഭക്തജനങ്ങളുടെ തിരക്കും അത് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഇതാണ് അന്നേ ദിവസം അവിടെ നടന്നിരുന്നത്. എന്നാൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന ഒരു വിമർശനം അത് കടുത്ത രീതിയിൽ തന്നെയായിരുന്നു. മനഃപൂർവ്വമായിട്ട് ദേവസ്വം ഓഫീസർ അടക്കമുള്ള ആളുകൾ ഈ കോടതിയുടെ ഉത്തരവിനെ ലംഘിക്കാൻ വേണ്ടി നടത്തിയ ഒരു നടപടിയാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് കോടതിയുടെ ഒരു വിമർശനം ഉണ്ടായിരുന്നത്. ദേവസ്വം ഓഫീസറുടെ സത്യവാങ്മൂലം സ്വീകരിക്കാനായിട്ട് കോടതി തയ്യാറാകുന്നില്ല. കൂടാതെ തന്നെ വലിയൊരു വിമർശനങ്ങളിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കുന്നതായിരുന്നു. പല ക്ഷേത്രങ്ങളിലെയും നിവേദ്യത്തിന് പോലും വകയില്ല. ആ സമയത്ത് ആനയെ എഴുന്നള്ളിക്കുന്നതിന് വേണ്ടി വലിയൊരു പണം ചെലവാക്കുന്നു. ചില സ്ഥലങ്ങളിൽ നിവേദ്യം ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ, തിടപ്പള്ളി, ആ സ്ഥലങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വലിയ രീതിയിൽ വൃത്തികേടായി കിടക്കുന്നു. ആളുകൾ കണ്ടാൽ ഓടും.